വർഷമേഘങ്ങൾ പ്രകൃതിയെ കുളിരണിയിക്കുന്ന കർക്കിടക നാളുകൾ. ഒപ്പം ശരീരത്തിനും മനസ്സിനും പുനരുജ്ജീവനത്തിന്റെ സൗഖ്യമേകുവാൻ ആയുർവേദത്തിന്റെ അമൃതസ്പർശവും. ആരോഗ്യപൂർണമായ വാർദ്ധക്യം ഏതൊരു സമൂഹത്തിന്റെയും ഐശ്വര്യമാണ്. പ്രകൃതിയിലൂടെ ആരോഗ്യം സജീവ വാർദ്ധക്യത്തിലേക്ക് എന്ന സന്ദേശവുമായി നാടിന്റെ നവ്യ അനുഭവമായി മാറുകയായിരുന്നു കടയിരിപ്പ് ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കർക്കിടക ആരോഗ്യ മഹോത്സവം. സ്നേഹസ്പർശം വയോജന കൂട്ടായ്മയും കോലഞ്ചേരി വൈദ്യേഴ്സ് ആയുർവേദ ഹോസ്പിറ്റലും കൈകോർത്തപ്പോൾ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പരമ്പരാഗത ഔഷധക്കഞ്ഞി വിതരണവുമെല്ലാം ചേരുംപടി ചേർന്നൊരു ആരോഗ്യ വിരുന്നായി ഈ മഹോത്സവം മാറി. കടയിരിപ്പ് ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹസ്പർശം വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് കർക്കിടക ആരോഗ്യ മഹോത്സവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. കോലഞ്ചേരി വൈദ്യേഴ്സ് ആയുർവേദ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, കർക്കിടക കഞ്ഞി വിതരണം, വയോജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, ആരോഗ്യ സന്ദേശ കൈമാറ്റം എന്നിവയാണ് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നത്. കുന്നത്തനാട് MLA VP സജീന്ദ്രൻ കർക്കിടക കഞ്ഞി സേവിച്ചുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തിയത് വേറിട്ടൊരു ചടങ്ങായി മാറി. നമ്മുടെ ഈ കൂട്ടായ്മ നടത്തുന്ന പരിപാടികൾ പ്രത്യേകിച്ച് പ്രായമായവരെ സംബന്ധിച്ച് അനുഗ്രഹമായിട്ടുണ്ട്. കൂടാതെ ഒട്ടനവധി അറിവുകൾ ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പിലൂടെ, ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും ജ്യേഷ്ഠ സഹോദരന്മാരും ദീർഘകാലം ജീവിക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, എൻ്റെയും ആഗ്രഹം. അപ്പം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടു കൂടി നമുക്ക് ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. മറ്റുള്ളവരുടെ ആശ്രയത്താൽ പിടിച്ചു നടക്കുവാനും, കട്ടിൽ നിന്ന് കിടന്നു കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റാത്ത സ്ഥിതിയും, കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന കാലം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പോയാൽ നമുക്ക് ദീർഘകാലം ജീവിക്കുവാൻ പറ്റും. ചടങ്ങിൽ വൈദ്യേഴ്സ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ റോഹൻ ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഐക്യനാട് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശമോൾ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കണ്ണ്, അസ്ഥിരോഗ വിഭാഗം, ജീവിതശൈലി രോഗപ്രതിരോധം തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സൗജന്യ മരുന്നുകളും ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കി. ശരീരത്തിന്റെയും മനസ്സിന്റെയും പുനരുജ്ജീവനത്തിന് പ്രാധാന്യമുള്ള കർക്കിടക മാസത്തിൽ സ്നേഹസ്പർശം വയോജന കൂട്ടായ്മയിലെ അംഗങ്ങൾ തന്നെ സ്വന്തമായി ശേഖരിച്ച ഔഷധ സസ്യങ്ങളും കർക്കിടക ഔഷധ ചെടികളും ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തത് പരിപാടിയുടെ പ്രധാന ആകർഷണമായി മാറി. കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിരക്ഷണം വളരെ പ്രാധാന്യമാണെന്ന് നമ്മുടെ പൂർവികർക്ക് പോലും അറിയാമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ്
അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഔഷധച്ചെടികളെല്ലാം ഇങ്ങനെ ഭക്ഷണ ക്രമത്തിൽ അവർ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്ത് ഔഷധ കഞ്ഞി ഉണ്ടാക്കുകയും ചെയ്തു. നമ്മുടെ സ്നേഹസ്പർശമാണെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കുറേ വർഷങ്ങളായിട്ട് ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. പരമ്പരാഗതമായ അറിവുകൾ അടുത്ത തലമുറകളിലേക്ക് പറഞ്ഞു കൊടുത്ത് ആ പുതിയ തലമുറയും ആ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ആരോഗ്യ സംരക്ഷണം പരിപാലനം എല്ലാം വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ആയുർവേദ മെഡിക്കൽ ഡോക്ടർ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പിന്നെ ഈ ക്ലാസ് നടന്നാലും ഇവർക്ക് മരുന്ന് ഓരോരുത്തരെയും വിശദമായി പരിശോധിച്ച് അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും മരുന്നുകളും എല്ലാം കൊടുത്ത് അവരെ വൈദ്യേഴ്സ് ആയുർവേദ മെഡിക്കൽ സെൻറ്റർ കോലഞ്ചേരിയിൽ ഡോക്ടർമാർ ഒരു ക്യാമ്പ് നടത്താനും തീരുമാനിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി ലിസി ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് അഡ്വൈസർ ജേക്കബ് ഇടശ്ശേരിൽ, സ്നേഹസ്പർശം വയോജന കൂട്ടായ്മ കോർ കമ്മിറ്റി അംഗങ്ങളായ TS ലാൽ, CV കുര്യാക്കോസ്, വൈദ്യേഴ്സ് ആയുർവേദ മെഡിക്കൽ ടീമിലെ ഡോക്ടർ സാന്ദ്ര വടക്കേടത്ത്, ഡോക്ടർ റോഷൻ ബാബു കൂടാതെ മറ്റു ഡോക്ടർമാരും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു.